അതാ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് ഇന്നത്തെ അതിഥി എത്തിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. പേര് പറഞ്ഞ് സ്കൂൾ പറഞ്ഞ് കോഴിക്കോടും ഇവിടെയും തബലയിൽ എ ഗ്രേഡ് കിട്ടി അല്ലേ? അതെ അതെ. അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഏത് സ്കൂള്? പേര് കൊട്ടാരക്കര ബോയ്സ്. പേര് നന്ദഗോപൻ. നന്ദഗോപൻ അല്ലേ? ഓക്കെ. ആരാണ് ഗുരു? സന്തോഷ് കൊട്ടാരക്കര. എത്ര കാലമായിട്ട് തബല പഠിക്കുന്നു? 4 വർഷം. 4 വർഷമായിട്ട്. സ്കൂൾ കലോത്സവത്തിലല്ലാതെ തബല ഏതെങ്കിലും പരിപാടികളൊക്കെ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല ഇല്ല, സ്കൂൾ കലോത്സവം കഴിഞ്ഞ കലോത്സവം മുതലാണ് സജീവമായതല്ലേ? ഓക്കെ. അപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി. ഓക്കെ, ശരി. അപ്പോൾ അഭിനന്ദനങ്ങൾ. 2ാം വർഷവും അല്ലേ എ ഗ്രേഡ്. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ്? 9. അപ്പോൾ ഇനിയും അവസരമുണ്ട് അല്ലേ? 10ാം ക്ലാസ്സിലും +1 +2 ഒക്കെ 3 വർഷം ഇനിയും കായികമേള, സ്കൂൾ കലാമേള നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ? അതെ. തബല പഠിക്കുന്നത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക അല്ലേ? അതിലെ ഒരു ഭാഗം മാത്രമായി കലോത്സവത്തെ കാണുക. അപ്പോൾ തബല എങ്ങനെയാണ് താല്പര്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമോ? ജീവിതത്തിൻ്റെ ഭാഗമാക്കുമോ? തീർച്ചയായും കൊണ്ടുപോകും. അതോ ഇടയ്ക്ക് ഒന്ന് മുങ്ങുമോ, ഇട്ടേച്ച് പോകുമോ? ഇല്ല ഇല്ല ഇല്ല, ആണ് ഉറപ്പാ. ഈ തബല മറ്റ് പരിപാടികളിലൊക്കെയും അല്ല അതുപോലൊക്കെ തബല വായിക്കുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ആരുടെ തബല വായനയാണ് ഒരുപാട് ഇഷ്ടം? അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ എന്തെങ്കിലും? വേറെ ഓൺലൈനൊക്കെ ആയിട്ട് തബല വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ആണോ? അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഇഷ്ടം, താല്പര്യം കൂടാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പം അടുത്ത കലോത്സവത്തിനും കാണണം. ഓക്കെ ഓക്കെ. ഓക്കെ. നിങ്ങൾ പോട്ടെ. ഓക്കെ, ശരി. താങ്ക് യു.